നമസ്കാരം. ലാലി ജെയിംസിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കി. പണം കൊടുത്താണ് തൃശ്ശൂർ മേയർ പദവിയൊക്കെ വിൽക്കുന്നത്, മറിച്ച് വിൽക്കുക. ഇത് പണ്ടേ കോൺഗ്രസിലുള്ളതാണ്. പണം കൊടുത്ത് സ്ഥാനാർത്ഥിത്വം കൊടുക്കുക, പണം കൊടുത്ത് സ്ഥാനമാനങ്ങൾ കൊടുക്കുക, പാർട്ടിക്ക് ഫണ്ട് ആവശ്യമാണ് എന്ന് പറഞ്ഞ് വാങ്ങുക. അതുകൂടാതെ നേതാക്കൾ നേരിട്ട് ഇടപെട്ട് പണം വാങ്ങിയും സ്ഥാനമാനങ്ങളും കോർപ്പറേഷൻ ബോർഡ് അംഗസ്ഥാനങ്ങളും ഒക്കെ തന്നെ വാങ്ങുന്ന, മറിച്ച് വിൽക്കുന്ന പരിപാടി കോൺഗ്രസിൽ പണ്ടേയുണ്ട്. കരുണാകരന്റെ കാലത്തെ ഉണ്ട് ഈ പരിപാടി. അതിപ്പോഴും തുടരുന്നു. സമൂഹ മാധ്യമങ്ങൾ കുറച്ചുകൂടി ശക്തമായതുകൊണ്ട് എന്താണ് അത് ജനങ്ങൾ കൂടുതലായി അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് കിട്ടിയാലും അത് മറിച്ച് വിൽക്കാനും അത് ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റാനും ജനങ്ങൾ പിന്തുണച്ച ഒരു വ്യക്തിയെ ഒഴിവാക്കാനും ഒക്കെ തന്നെ കോൺഗ്രസ് പലകുറി ശ്രമിച്ചിട്ടുണ്ട്. അത് ഇനിയും ശ്രമിക്കുകയും ചെയ്യും. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെങ്ങാനും ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ലേലം വിളിയായിരിക്കും നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴേ നമുക്ക് തീരുമാനമെടുക്കാം. പറയുന്നത് അതല്ല. എൽദോസ് കുന്നപ്പള്ളി MLA, ഇദ്ദേഹം ഒരു ഓഫീസിൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു MLA ഓഫീസുണ്ട് പെരുമ്പാവൂര്. അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. അത് ഒരു കോൺഗ്രസ് പ്രവർത്തക കുടുംബത്തിൻ്റെ കെട്ടിടമായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. പക്ഷേ അവർക്ക് അധ്യക്ഷ സ്ഥാനമോ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളോ ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിയോട് രാഖി രാമാനം ഇറങ്ങിപ്പോകാൻ ഈ കോൺഗ്രസ് പ്രവർത്തകരും കുടുംബവും ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ കെട്ടിടത്തിലാണ് MLA ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഓഫീസ് ഒഴിയണം എന്ന് കൗൺസിലറുടെ ഭർത്താവ് ആവശ്യപ്പെട്ടു. 1 മാസം മുമ്പാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. നിലവിൽ കെട്ടിടത്തിലെ ബോർഡുകൾ മാറ്റുകയും ഫ്യൂസ് ഊരുകയും ചെയ്തു. പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിന് അടുത്താണ് ഈ ഒരു ഓഫീസ്. ഇന്നലെ രാവിലെ 11:30യോടെയാണ് നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. 3 വനിതകളാണ് അധ്യക്ഷ പദവിക്കായി രംഗത്തുണ്ടായിരുന്നത്. അതിൽ ഒന്ന് ഈ കെട്ടിട ഉടമസ്ഥന്റെ ഭാര്യയായിരുന്നു. അവർക്ക് അധ്യക്ഷ സ്ഥാനം കിട്ടിയില്ല. സംഗീത എന്ന ഒരു സ്ത്രീക്കാണ് അധ്യക്ഷ സ്ഥാനം കിട്ടിയത്. അതിൽ കലിമൂണ്ട ഈ കോൺഗ്രസ് നേതാവ് വന്ന് എൽദോസ് കുന്നപ്പള്ളിയോട് MLA ഓഫീസ് ഒഴിയണം എന്നാവശ്യപ്പെടുകയും ഫ്യൂസ് ഊരി മാറ്റുകയും അതുപോലെ ബോർഡുകളെടുത്ത് മാറ്റുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. നമ്മൾ ഈ സംസാരിച്ച് വരുന്നത് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്ക് വേറൊരു ഓഫീസൊക്കെ കിട്ടും, അതിന് വലിയ പാടൊന്നുമില്ല പെരുമ്പാവൂര്. പക്ഷേ കോൺഗ്രസിൻ്റെ ആ ഒരു ഈ സ്ഥാനമോഹങ്ങളോടുള്ള, അല്ലെങ്കിൽ സ്ഥാനമോഹം എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ, ഇത് കോൺഗ്രസിൻ്റെ പൊതുവായ ഒരു കാര്യമാണ്. എല്ലാവർക്കും സ്ഥാനങ്ങൾ വേണം. 58 ജനറൽ സെക്രട്ടറിമാരുള്ള ഒരു പാർട്ടി ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിൽ എവിടെങ്കിലും ഉണ്ടോ? കോൺഗ്രസ് അല്ലാതെ 58 ജനറൽ സെക്രട്ടറിമാർ. അതായത് KPCC ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സ്ഥാനമാണ്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്നത് മറ്റൊരു കാര്യം. അതിന് ശമ്പളമില്ല. KPCC ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കാം, വേണമെങ്കിൽ വല്ലപ്പോഴും ഓരോ പ്രസ്താവന ഇറക്കാം. ഈ ജനറൽ സെക്രട്ടറിമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ഇവർക്ക് അറിയില്ല. എന്തായാലും എൽദോസ് കുന്നപ്പള്ളി ഇറക്കി വിട്ടു. അദ്ദേഹം വേറെ ഓഫീസ് തേടി പോകുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഓഫീസ് സെറ്റ് ആകുമായിരിക്കും. പക്ഷേ സ്വന്തം ഭാര്യയ്ക്ക് അധ്യക്ഷ സ്ഥാനം കൊടുക്കാത്തതിൽ കലിപൂണ്ട് ഒരു MLA ഓഫീസ് രാഖി രാമാനം ഒഴിപ്പിക്കുക, അതും സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആള് തന്നെ എന്ന് പറഞ്ഞാൽ എത്ര നാണക്കേടാണ്, എത്ര ലജ്ജാകരമായ ഒരു കാര്യമാണ് ഈ ചെയ്തു കൂട്ടുന്നത്. ഇവർ പരസ്പരം ചെളി വാരി എറിഞ്ഞ് നാണം കെടുകയാണ്. അതെല്ലായിടത്തും അങ്ങനെയാണ്. ഇത് UDF ജയിച്ചു, അല്ലെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ ഭരണം കിട്ടി, വലിയ മുന്നേറ്റമുണ്ടായി എന്നൊക്കെ അവർ പറയുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഇവരുടെ മുന്നേറ്റത്തിന് എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുന്നത്? ഇവർ ജനങ്ങളെ പരിഹസിക്കുകയല്ലേ? ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ പരിഹസിക്കുകയല്ലേ? എനിക്ക് ഇന്ന സ്ഥാനം വേണം, എനിക്ക് ഇന്ന രീതിയിലേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ, എനിക്ക് ഇന്ന സ്ഥാനം കിട്ടിയില്ലെങ്കിൽ MLA ഓഫീസ് ഞാൻ രാഖി രാമാനം ഒഴിപ്പിക്കും, എൻ്റെ കെട്ടിടത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്, അതെൻ്റെ സൗജന്യമാണ്. ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രവർത്തന ശൈലി. ഇത് ജനങ്ങൾ കാണില്ലേ? ഇത് ജനങ്ങൾ മനസ്സിലാക്കില്ലേ? ഇതുകൂടി കണക്കാക്കി അടുത്ത പ്രാവശ്യം കോൺഗ്രസിന് വോട്ട് ചെയ്യാത്തവരായിരിക്കും കൂടുതൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാൻ അധികം താമസമൊന്നും വേണ്ട. കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൂടെ ഇത്തരം പിടിവലികളും ഈ കത്തുന്ന പുരയുടെ വശങ്ങളിൽ നിന്ന് കഴുക്കോലൂരുന്ന കുറേ വൃത്തികെട്ട നേതാക്കന്മാർ പരസ്പരം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് കൊച്ചിയിലെ കണ്ടില്ലേ? ദീപ്തി മേരി വർഗീസിനെ അധ്യക്ഷനാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തർക്കങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളുമാണ് ഉണ്ടായത്. ഇവർക്ക് അധികാരം ജനങ്ങൾ കൊടുത്താൽ പോരാ, ഇവർക്ക് അധികാരം നേടിയെടുക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകളെയും തമ്മിൽ തല്ലും നടത്തണം. ഇത്രയും ചീഞ്ഞു നാറിയ രാഷ്ട്രീയം കളിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതും കേരള ഘടകം. ഇത് പണ്ടേ ഉള്ളതാണ്, അതിപ്പോഴും തുടരുന്നു. നാണം കെട്ട ഇടപാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും.